കീഴിലുള്ള എല്ലാ മേഖലകളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്ത ബഹുമുഖ പ്രതിഭയായ താങ്കൾക്ക് ഇതിന് മാത്രം എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസമാണുള്ളത്? ഞാൻ പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ് ആയിരുന്നു. ഡിഗ്രി ഇംഗ്ലീഷ് മേന്, MA ഹിന്ദി, റിസർച്ച് ജസ്റ്റ് അതിൻ്റെ സബ്മിറ്റ് ചെയ്യാനുണ്ട് ഹിന്ദിയിൽ. പിന്നെ MSc, അതേപോലെ MSc സൈക്കോളജി, പിന്നെ LLB, ടൈപ്പ് റൈറ്റിംഗ്, സ്റ്റെനോഗ്രാഫി, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, വെബ് ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, പിന്നെ ഡിപ്ലോമ ഇൻ ജർമ്മൻ ലാംഗ്വേജ്. പലപ്പോഴും പഠിക്കുന്ന സമയത്ത് തന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി ട്രാൻസ്ലേഷൻ കോഴ്സ്, ഡിപ്ലോമ ഇൻ അസ്ട്രോളജി. പഠിക്കുന്ന സമയത്ത് ഒരേ സമയം തന്നെ 3-4 കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്തിരുന്നു. പിന്നെ സംഗീതത്തിലാണെങ്കിൽ പുല്ലാങ്കുഴലാണ് നമ്മളുടെ ഫേവറേറ്റ്. ഓക്കെ. സാറിനപ്പോൾ ഈ സൈക്കോളജി സാറിൻ്റെ ഗാനരംഗങ്ങളിൽ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട്? ഗാനരംഗം എന്ന് മാത്രമല്ല, മൊത്തമായി ഞാൻ സൈക്കോളജിയെ പരമാവധി ഉപയോഗിച്ചെന്നുള്ളതാണ് സത്യം. അതായത് സൈക്കോളജിയിൽ വരുന്ന ഒരു വിങ്ങാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ദാറ്റ് ഈസ് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ട്, അത് മറ്റുള്ളവർ വാങ്ങണമെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സൈക്കോളജിയുടെ പല മെത്തേഡ്സ്. അതിൻ്റെ സൈഡാണ് നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് എല്ലാം യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയാണ്. അപ്പോൾ എന്നെത്തോളം നമ്മുടെ കയ്യിൽ അധികം അഡ്വർടൈസ്മെന്റ് ആയിട്ട് നല്ലൊരു പൈസ പാട്ടുമായിരുന്നു, പൈസ നമ്മുടെ കയ്യിലുണ്ടായില്ല. അപ്പോൾ ആകെയുള്ള നമ്മുടെ ആളുടെ കയ്യെടുക്കുക എന്നുള്ളത് ഒറ്റ ഐഡിയ മാത്രമാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ലിറിക്സിന്റെ സമയത്തെ ഓരോ ഒറ്റയടിക്കാനും ജനങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് അവരെ കയ്യിലെടുക്കാൻ സാധിക്കണം. ആ രീതിയിലുള്ള സോങ്സ് അതിൽ ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡാണ് പരമാവധി സാഹിത്യം കുറയ്ക്കുക എന്നുള്ളൊരു തിയറിയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പരമാവധി സാഹിത്യം കുറച്ചു ആളുകൾക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് പോലും എൻ്റെ ഏത് സോങ് പെട്ടെന്ന് ബൈഹാർട്ടാക്കാനും, ചെറിയ കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഞാൻ കണ്ടൊരു ഗുണം. അതേപോലെ തന്നെ വെരി ഫസ്റ്റ് ലൈൻ തന്നെ ആളുകളെ പെട്ടെന്ന് കയറ്റിക്കും. അപ്പോൾ രാത്രി ശിവരാത്രി, ശിവരാത്രി ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒറ്റ ഇതിൽ തന്നെ ആളുകളെ എത്തിക്കാം. അതേപോലെ തന്നെ ഒരു മമ്മ മായാവി പാട്ടിലൊക്കെ വന്ന ഒരു 2 ലൈൻസ്, സൺഡേ മാത്രം വർക്കിൻ്റെ, മറ്റ് എല്ലാ ദിവസവും ഹോളിഡേ എന്നുള്ളൊരു ലൈന്, അതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ എത്രയോ പേര് എന്നോട് പലരും പറയണ്ടായി, സന്തോഷ് സാർ ഇത് ശരിക്കും എല്ലാ ഞായറാഴ്ച മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഞായറാഴ്ച മാത്രം വർക്കിൻ്റെ ആവുകയും ബാക്കി ദിവസമൊക്കെ ഹോളിഡേ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ സാറിൻ്റെ ഈ മമ്മ മായാവി ഞാൻ ഇടയ്ക്ക് കേൾക്കും. ആ ലൈന് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നും. അതൊക്കെ വരും. അപ്പം ഞാൻ ആലോചിക്കുന്നു നമ്മുടെ സൈക്കോളജിസ്റ്റ് കൃഷ്ണ കൃഷ്ണ കുഞ്ഞി കൃഷ്ണ ബാലനല്ലേ നിരാധേ കൃഷ്ണ. പിന്നെ സൈക്കോളജി വേറൊരു കാര്യം ഞാൻ കാണിച്ച വെറൈറ്റിയാണ്. ഇപ്പൊ കൃഷ്ണനും രാധയും, ആളുകൾ വിചാരിക്കും നായകന്റെ പേര് കൃഷ്ണൻ, നായികയുടെ പേര് രാധ. അവിടെ ട്വിസ്റ്റാണ്. നായകന്റെ പേര് കൃഷ്ണനല്ല, നായകന്റെ പേര് ജോണെന്ന്. അപ്പൊ ഈ ജോൺ എങ്ങനെ കൃഷ്ണൻ എന്നുള്ള പേര് സ്വീകരിക്കേണ്ടി വരുന്നു, ആ സൈഡ്. അങ്ങനെ അവിടെ തുടങ്ങി ഈ സിനിമയിലെ ഓരോ കാര്യങ്ങൾ. ഇതിൽ പലരും എന്നോട് ചോദിക്കേണ്ടായി, ഇതിൽ രാത്രി ശിവരാത്രിയിൽ അഭിനയിച്ച കുട്ടിയാണോ രാധ, അല്ല സ്നേഹ സംഗീതത്തിൽ വരുന്ന കുട്ടിയാണോ രാധ, അംഗനവാടി ടീച്ചറാണോ രാധ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ വിചാരിക്കും ഇതിൽ ഈ രാധയായിട്ട് വരുന്ന ആരും പോലും പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അതേപോലെ തന്നെ പലരും ചോദിക്കേണ്ട ഈ സിനിമ ഏത് ഗണത്തിൽപ്പെടുന്നു. എനിക്ക് ഉറപ്പിച്ച് വരാൻ പറ്റും, ഇന്ന് കേരളത്തിലെ ഒരാൾക്ക് പോലും യഥാർത്ഥത്തിൽ കൃഷ്ണൻ രാധ എന്ത് സബ്ജക്റ്റാണ് പറയുന്നത് കറക്റ്റായിട്ട് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അവിടെയും എൻ്റെ സൈക്കോളജി ഗുണം ചെയ്യുന്നു. കാരണം ഓരോ ആംഗിളിലൂടെ ആളുകൾക്ക് പലതായിട്ട് തോന്നും. അപ്പോൾ കുറേ പാട്ട് വന്നപ്പോൾ ഫസ്റ്റ് കൃഷ്ണൻ രാജ്യം കിട്ടുമ്പോൾ ചിലരോട് വെച്ചിട്ട് എന്താ പുരാണമാണ്. അപ്പോൾ അത് പിന്നെ ഭക്തിയാണോ പുരാണമാണോ അങ്ങനെ രാത്രി രാത്രി ആളുകൾ ഒന്നുകൂടെ മാറ്റി ചോദിച്ചു ഏത് തരം സിനിമയാണോ ചോദിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഇമേജ് ഒന്നുകൂടെ മാറി. പിന്നെ അതിലുള്ള ചില സ്കിൽസ് കണ്ട പല വെച്ചിട്ട് ആക്ഷൻ സിനിമയാണോ ആളുകൾ വീണ്ടും കൺഫ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ അതിൽ ഓരോ ഇത് വരുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല എന്താണ് വരുന്നത്. ഞാൻ പറയുന്നത് എല്ലാം അടങ്ങുന്ന ഒരു സിനിമയാണ്.